ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു ബൗളെടുത്ത് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം, എന്തെങ്കിലും നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ള കട്ടകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി പതഞ്ഞ് ഒന്നുകൂടി പൊന്തി വരും. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 1-ലിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അധികം സ്പീഡിൽ ഇനി ചെയ്യാൻ പാടില്ല. ചെയ്തു പോയാൽ പൊന്തി വന്നതൊക്കെ താന്നു പോകും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടികൾ കുറച്ചായി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് നന്നായി തട്ടിക്കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിരുന്നു. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സിമ്മിലാക്കി കൊടുക്കാം. സിമ്മിൽ ഒരു 25-30 മിനിറ്റൊക്കെ കടന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടി പിടിക്കണമെന്നില്ലെന്ന്. നമുക്കിനി ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകൾ വശം നമുക്ക് വേണ്ട. അത് നമുക്ക് ഈ പൊന്തി വന്ന മുകൾ വശം നമുക്ക് മുറിച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് 2-3 പീസാക്കി മാറ്റാം. കട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം മാറ്റി വെച്ച ശേഷം നമുക്കൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പൊന്തി വരണം. അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നോക്കൂ, നല്ലോണം സ്റ്റിഫായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഇട്ടതിന് ശേഷം നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും ക്രീം വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം. ഇതിനും അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ക്രീം എല്ലായിടത്തും തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയർ കൂടി വെച്ച് കൊടുക്കുകയാണ്. അതിനും ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇനി എല്ലായിടത്തും ക്രീം നന്നായി തേച്ച് കൊടുക്കാം. സൈഡിലും എല്ലാ സ്ഥലത്തും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ എടുക്കുന്നത് വേറൊരു കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്ന കേക്കിൻ്റെ ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ച് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള കളറുകൾ ചേർത്തെടുക്കാം.